നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ പുതിയ ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ചുമതലയേറ്റതിനു ശേഷം എടുക്കാൻ പോകുന്ന തീരുമാനങ്ങളെല്ലാം കേരളം ഒരുപോലെ തന്നെ ഉറ്റുനോക്കിയാണ്. കാരണം മുൻ ഗവർണറായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ വളരെ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് അദ്ദേഹം മടങ്ങിയത്. ഏതായാലും പുതിയ ഗവർണർ കേരളത്തിലേക്ക് വരുമ്പോൾ കേരള സർക്കാരുമായി വീണ്ടും കൊമ്പ് കോർക്കുമോ അതോ നല്ല സൗഹൃദപരമായിട്ട് പോകുമോ എന്നുള്ളതാണ് അറിയാനുള്ളത്. ഏതായാലും കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ചുമതലയേറ്റത്. അതിനുശേഷം ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജിമാരായ ജസ്റ്റിസ് വി ഷേഴ്സിയെയും ജസ്റ്റിസ് അശോക് മേനോനെയും ഉപലോകായുക്തമാരാക്കാനുള്ള ശുപാർശ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അംഗീകരിച്ചിരിക്കുകയാണ്. അത് അംഗീകരിച്ചുകൊണ്ട് സർക്കാരിനെ കൈമാറുകയും ചെയ്തിരിക്കുകയാണ്. മുഖ്യമന്ത്രിയും സ്പീക്കറും പ്രതിപക്ഷ നേതാവും അടങ്ങിയ സമിതിയുടെ ശുപാർശയാണ് ഗവർണർ ഇന്നലെ രാത്രി അംഗീകരിച്ചത്. കേന്ദ്രത്തിന്റെ ഡെബറ്റ്സ് റിക്കവറി അപ്പലേറ്റ് ട്രൈബ്യൂണൽ അധ്യക്ഷനാണ് അശോക് മേനോൻ. അദ്ദേഹത്തിന്റെ രാജി രാഷ്ട്രപതി അംഗീകരിച്ചാലേ ഉപലോകായുക്തയായി ചുമതലയേൽക്കാനാവൂ. 1988 ജുഡീഷ്യൽ സർവീസിൽ പ്രവേശിച്ച വി ഷേഴ്സി 2016 ഒക്ടോബർ 5 ഹൈക്കോടതി ജഡ്ജിയായത്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജി, മഞ്ചേരി, തലശ്ശേരി എന്നിവിടങ്ങളിൽ ജില്ലാ ജഡ്ജിയുമായിരുന്നു. പെരുമാട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് റിഷ ടി ഗോപാലിനെ PSC അംഗമായി നിയമിക്കാനുള്ള ശുപാർശയും ഗവർണർ അംഗീകരിച്ചു. ജനതാദൾ എസിന്റെ പ്രതിനിധിയാണ് ചിറ്റൂർ സ്വദേശിയായ റിഷ ടി ഗോപാൽ. ഗോവ സ്വദേശിയായ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കഴിഞ്ഞ ദിവസമാണ് ചുമതലയേറ്റത്. അതിനുശേഷം അധികം തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല. പക്ഷേ എടുത്ത ഒരു തീരുമാനമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം സർക്കാരിന്റെ തീരുമാനം അംഗീകരിച്ചുകൊണ്ട് ഉത്തരവിട്ടത്, അല്ലെങ്കിൽ ആ അംഗീകാരം സർക്കാരിന് കൈമാറിയിരിക്കുന്നത്. ഏതായാലും ബീഹാർ ഗവർണറായിരുന്നു അദ്ദേഹം ഇതിനു മുൻപ്. നേരത്തെ ഹിമാചൽ പ്രദേശ് ഗവർണറായും ഗോവയിൽ വനം പരിസ്ഥിതി മന്ത്രിയായും സേവനമനുഷ്ഠിച്ചിട്ടാണ് കേരളത്തിലേക്ക് വരുന്നത്. ദീർഘകാലം RSS ചുമതലകൾ വഹിച്ച ശേഷം 1989 രാജേന്ദ്ര ആർലേക്കർ BJPയിൽ അംഗത്വമെടുക്കുന്നത്. ഗോവയിൽ സ്പീക്കർ, മന്ത്രി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. രാജേന്ദ്ര ആർലേക്കർ സ്പീക്കറായിരുന്ന വേളയിലാണ് രാജ്യത്തെ ആദ്യ കടലാസ് രഹിത നിയമസഭയായി ഗോവ മാറിയത്. ഏതായാലും കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലും എന്തെങ്കിലും മാറ്റങ്ങൾ അദ്ദേഹത്തിൻ്റെതായി കൊണ്ടുവരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. മുൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞ ദിവസമാണ് കേരളത്തോട് വിട പറഞ്ഞത്. ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലഘട്ടത്തിൽ കേരളം ഇന്നുവരെ സാക്ഷ്യം വഹിച്ചിട്ടില്ലാത്ത വിധം തർക്കങ്ങളാണ് സർക്കാരുമായി ഉണ്ടായിട്ടുള്ളത്. ഒട്ടേറെ വിഷയങ്ങളിൽ സർക്കാരിനെതിരെ ഗവർണർ ശബ്ദമുയർത്തിയിരുന്നു. മാത്രമല്ല, ഗവർണർ രാഷ്ട്രീയക്കാരൻ എന്ന നിലയിലാണ് പ്രവർത്തിക്കുന്നതെന്ന തരം കടുത്ത വിമർശനങ്ങളും നേരിട്ട ആൾ കൂടിയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. കേരളം ഇതുവരെ കാണാത്ത പോരിനൊടുവിലാണ് ഗവർണറുടെ മടക്കം. യാത്രയാകുമ്പോഴും അനിഷ്ടം തീർന്നിട്ടില്ലെന്നാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും വ്യക്തമാക്കിയത്. തലസ്ഥാനത്തുണ്ടായിട്ടും മുഖ്യമന്ത്രി രാജ്ഭവനിലേക്ക് സൗഹൃദ സന്ദർശനം പോലും നടത്തിയില്ല. മന്ത്രിമാരും പോയില്ല. ചീഫ് സെക്രട്ടറിയും കളക്ടറും രാജ്ഭവനിലെത്തിയിരുന്നു. സർക്കാരിനെ വിമർശിക്കാൻ ഏതറ്റം വരെയും പോകുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ തീർത്തും സൗമ്യനായിട്ടായിരുന്നു മടങ്ങിയത്. മലയാളത്തിലായിരുന്നു യാത്ര പറഞ്ഞത്. കേരളവുമായുള്ള ആജീവനാന്ത ബന്ധം തുടരുമെന്നും കേരളത്തിന് ഹൃദയത്തിൽ പ്രത്യേക സ്ഥാനമുണ്ടാകുന്നത് തന്നെ സ്നേഹത്തിൽ നന്ദിയുണ്ടെന്നും രാജ്ഭവനിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയ ശേഷം ഗവർണർ മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും പുതിയ ഗവർണർ ഇനി എടുക്കാൻ പോകുന്ന തീരുമാനങ്ങളാണ് എല്ലാവരും, പ്രത്യേകിച്ച് കേരള സർക്കാരും ഉറ്റുനോക്കുന്നത്.